ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയും എന്നാൽ ഷൂട്ടിംഗ് പോലും ആരംഭിക്കാണ്ട് മുടങ്ങിപ്പോയ 5 അല്ലു അർജുൻ സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. 5-ാം സ്ഥാനത്ത് അല്ലു അർജുൻ സന്ദീപ് റെഡ്ഡി വാങ്ക പ്രോജക്റ്റ്. 2023 അല്ലു അർജുനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു. ടി സീരീസിൻ്റെ ബാനറിൽ ഭൂഷൺ കുമാർ ഈ സിനിമയെ നിർമ്മിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ ഒഫീഷ്യലായിട്ട് പോസ്റ്റ് വന്നു. പ്രഭാസുമായിട്ടുള്ള സ്പിരിറ്റ് കഴിഞ്ഞ് ഉടനെ അല്ലു അർജുൻ്റെ സിനിമ ആരംഭിക്കുമെന്നായിരുന്നു വാർത്ത. പക്ഷേ ആനിമൽ റിലീസായി വൻ വിജയമായതിനു ശേഷം അതിൻ്റെ സീക്വലായ ആനിമൽ പാർക്ക് വാങ്ക അനൗൺസ് ചെയ്തു. സ്പിരിറ്റ് കഴിഞ്ഞ് മിക്കവാറും ആനിമൽ പാർക്ക് ചെയ്യാനാണ് സാധ്യത. ഭൂഷൺ കുമാർ ഇപ്പോഴും ഈ പ്രോജക്റ്റ് ഓണാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിൽ ഈ പ്രോജക്റ്റ് ഇപ്പോഴും പെട്ടിയിൽ തന്നെ കിടക്കുന്നു. 4-ാം സ്ഥാനത്ത് അല്ലു അർജുൻ കോരത്തല ശിവ പ്രോജക്റ്റ്. 2021 അല്ലു അർജുനെ നായകനാക്കി കോരത്തല ശിവ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒഫീഷ്യലായി വന്നു. AA21 ആയിരുന്നു പടത്തിൻ്റെ ടെൻറ്റേറ്റീവ് ടൈറ്റിൽ. അല്ലു അർജുൻ ആ സമയത്ത് പുഷ്പയുടെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. കോരത്തല ആചാര്യ എന്ന പടത്തിൻ്റെയും പുഷ്പ കഴിഞ്ഞ് അല്ലുവിൻ്റെ അടുത്ത പടം കോരത്തല ഡയറക്റ്റ് ചെയ്യുമെന്ന് ഉറപ്പിച്ചു. പക്ഷേ പുഷ്പയുടെ മേക്കേഴ്സ് ഇതിനെ ഒരു 2 പാർട്ട് സിനിമയായി അനൗൺസ് ചെയ്തപ്പോൾ കോരത്തല തൻ്റെ അടുത്ത പടം ജൂനിയർ NTRനെ വെച്ച് ചെയ്യാൻ പോവാണെന്ന് അനൗൺസ് ചെയ്തു. അല്ലു അർജുനുമായിട്ടുള്ള ഒരു പടം പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. കോരത്തലയുടെ ആചാര്യ പരാജയമായി. ആ സിനിമ കാരണമുണ്ടായ സാമ്പത്തിക നഷ്ടം നികത്താൻ പിന്നെ NTR പടത്തിൻ്റെ റൈറ്റിംഗ് പൂർത്തിയാക്കാനും കോരത്തല തുടങ്ങി. അങ്ങനെ NTRുമായിട്ടുള്ള ദേവര എന്ന പടം അനൗൺസ് ചെയ്തു. പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ തന്നെ ദേവരയായിരുന്നോ അല്ലു അർജുൻ ചെയ്യാനിരുന്ന സിനിമ എന്ന സംശയം വന്നു. കാരണം ദേവരയുടെയും അല്ലു അർജുൻ സിനിമയുടെയും പോസ്റ്ററിൽ കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദേവരയല്ല അല്ലു അർജുനുമായി ചെയ്യാനിരുന്ന പടമെന്ന് കോരത്തല പറഞ്ഞു. നമ്പർ 3 അല്ലു അർജുൻ ലിംഗുസ്വാമി പ്രോജക്റ്റ്. 2016 തൻ്റെ ഔട്ട്സൈഡ് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അല്ലു അർജുൻ തമിഴ് ഡയറക്ടർ ലിംഗുസ്വാമിയുമായി ഒരു തമിഴ്-തെലുങ്ക് ബൈലിംഗ്വൽ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു. ചെന്നൈയിൽ വെച്ച് ഈ ചിത്രത്തിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രസ് മീറ്റ് നടന്നിരുന്നു. ചെന്നൈയിൽ ജനിച്ച് വളർന്ന തനിക്ക് ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് അല്ലു അർജുൻ പറഞ്ഞു. സ്റ്റുഡിയോ ഗ്രീനിൻ്റെ ബാനറിൽ KE ജ്ഞാനവേല രാജയായിരുന്നു ഈ ചിത്രം നിർമ്മിക്കാനിരുന്നത്. പക്ഷേ ലിംഗുസ്വാമിയുടെ ചില ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം ഈ സിനിമ ഹോൾഡായി. അല്ലു അർജുൻ പിന്നീട് DJ, നാപ്പേര്, സൂര്യ തുടങ്ങിയ പടങ്ങൾ സൈൻ ചെയ്തു. 2022 റാം പുതിന്നിനെ നായകനാക്കി ലിംഗുസ്വാമി ദ വാരിയർ എന്ന തമിഴ്-തെലുങ്ക് ബൈലിംഗ്വൽ സിനിമ സംവിധാനം ചെയ്തു. ഈ വാരിയർ ആയിരുന്നോ അല്ലു അർജുനെ വെച്ച് അന്ന് ചെയ്യാനിരുന്ന സിനിമ എന്ന റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഇനി വാരിയർ എങ്ങാനും ആയിരുന്നെങ്കിൽ അല്ലു അർജുൻ പെട്ടുപോയേനെ. നമ്പർ 2 അല്ലു അർജുൻ ത്രിവിക്രം 4th ഫിലിം. പുഷ്പ 2 കഴിഞ്ഞ് അല്ലു അർജുൻ ത്രിവിക്രം എന്ന ഹിറ്റ് ജോഡി 4ാമതൊരു സിനിമ ചെയ്യാൻ പോകുന്ന വാർത്തകൾ വന്നു. ഒരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ മൈത്തോളജിക്കൽ എപ്പിക് സബ്ജക്റ്റ് ആയിരുന്നു ഈ സിനിമ. എന്നാൽ പുഷ്പ 2 റിലീസായതിനു ശേഷം നാം അറിയുന്നത് ത്രിവിക്രം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെന്ന്. മാത്രമല്ല ത്രിവിക്രമിന് ഒരു പാൻ ഇന്ത്യൻ പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ പുതിയ പാൻ ഇന്ത്യൻ സ്റ്റാർഡമിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി അല്ലു അർജുൻ ഒരു സേഫ്റ്റിക്ക് അറ്റ്ലിയുമായി ചേർന്നു. പിന്നീട് ഈ പ്രോജക്റ്റ് ജൂനിയർ NTRന് കിട്ടിയെന്ന് ന്യൂസ് വന്നു. എന്നാൽ ഇപ്പോൾ ദാ വീണ്ടും ഇത് തിരിച്ച് അല്ലുവിന് കിട്ടിയെന്ന് പറയപ്പെടുന്നു. ബട്ട് നത്തിങ് ഈസ് ഒഫീഷ്യലി കൺഫേംഡ്. ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ആൻഡ് നമ്പർ 1 ഈസ് ഓഫ് കോഴ്സ് ഐക്കൺ. 2019 അല്ലു അർജുൻ്റെ ജന്മദിനത്തിൽ ദിൽ രാജു അല്ലു അർജുനെ നായകനാക്കി ഐക്കൺ എന്ന സിനിമ അനൗൺസ് ചെയ്തു തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ. ഓ മൈ ഫ്രണ്ട്, MCA, വക്കീൽ സാബ് തുടങ്ങിയ പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത വേണു ശ്രീറാമാണ് ഈ സിനിമ സംവിധാനം ചെയ്യാനിരുന്നത്. പോസ്റ്ററിൽ കാണുന്ന പോലെ ഇതൊരു റോഡ് മൂവിയാകാനായിരുന്നു സാധ്യത. പക്ഷേ അല്ലു അർജുൻ്റെ സൈഡിൽ നിന്നും ഒരിക്കലും ഈ പ്രോജക്റ്റിനെ പറ്റി ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ദിൽ രാജു പറഞ്ഞത് ഈ സിനിമ ഇപ്പോഴും ഓണാണ്, പക്ഷേ അല്ലു അർജുൻ അതിലുണ്ടാവില്ല. പടം നടന്നില്ലേലും പടത്തിൻ്റെ ടൈറ്റിൽ അല്ലു എടുത്തു. സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുനിൽ നിന്ന് ഐക്കൺ സ്റ്റാർ അല്ലു അർജുനായി പേര് മാറ്റി. ഈ 5 പടങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് ഐക്കന് വേണ്ടിയായിരുന്നു. കാരണം റൂമേഴ്സ് എല്ലാം കേട്ടിട്ട് ഇതൊരു ടിപ്പിക്കൽ കമേഴ്ഷ്യൽ സിനിമ ആയിരിക്കില്ലായിരുന്നു. ഇവയിൽ ഏത് സിനിമ കാണാനായിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.